ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലനാകെ മനസ്സ് തകർന്ന് നേരെ കടയിലേക്ക് ചെല്ലുവാണ്. ഗോമതി സ്റ്റോറിൽ ചെന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് ആകാശം നിൽക്കുന്നുണ്ട് അവിടെ. അത് കഴിഞ്ഞ് ധർമ്മനാണെങ്കിൽ മൊബൈലിൽ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുക. പഴയ ഉദയഭാനുവിൻ്റെ സിനിമ, മോഹൻലാലിൻ്റെയൊക്കെ സിനിമകളൊക്കെ ഇങ്ങനെ കണ്ടു രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ ആകാശിന് ദേഷ്യം വരും. ആകാശ് പറയണം, മാമ വെറുതെ ഇങ്ങനെ നിന്ന് കളയല്ലേ, എന്നെയും കൂടെ ഒന്ന് സഹായിക്ക്, ഒന്ന് പോടാനിട്ട്. അയ്യോ, ഈ സിനിമ എത്ര തവണ കണ്ടതാ, എത്ര കണ്ടാലും മതിയാവില്ലല്ലേ. എടാ, ഈ ഉദയഭാനു ആളത്ര ശരിയല്ല, ഉദയഭാനു ശരിയാവില്ല. എന്തായാലും ഈ ഒരു ചാൻസിൽ ഉദയഭാനു തന്നെ ജയിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതും കേട്ടുകൊണ്ട് ബാലൻ അവിടെ വരുവാ. നീ എന്താ പറഞ്ഞേ, ഉദയഭാനു ജയിക്കുമെന്നോ? ആ അതെ, ഉദയഭാനു നല്ലതാ, ഇനിയിപ്പോൾ എന്താ കുഴപ്പം? ഉദയഭാനുവിൻ്റെ സൂപ്പറാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഉദയഭാനുവോ, അയാൾ ഒരിക്കലും ജയിക്കരുത്, അയാൾ തോൽക്കണം. മനുഷ്യനെ ചതിച്ചിട്ട് ഇത്രയൊക്കെ ചതി പറ്റിയിട്ടും ഇനിയും ജയിക്കാനോ, വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ആകാശം ധർമ്മനും കൂടെ അന്തം വിടുക. അളിയനിത് എന്താ പറയണത് എന്ന് അടുത്ത് വന്ന് നോക്കുമ്പോഴത്തേക്ക്, എൻ്റെ പൊന്നളിയാ, അതെ ഞാൻ ഉദയനാണ് താരം സിനിമയില്ലേ, അതിലെ കഥയാണ് പറയണത്. ഓ, അപ്പോഴാണ് ബാലൻ പെട്ടെന്നും ചമ്മി പോകുന്നുണ്ട് കേട്ടോ. കാരണം ഉദയഭാനു എന്ന് കേട്ടതും നമ്മുടെ ദേവിയുടെ അച്ഛൻ ഉദയഭാനുവിൻ്റെ കാര്യമാണ് മനസ്സിൽ പറഞ്ഞത്. കാരണം ആ ചിന്തയിലാണല്ലോ നടന്നു വന്നത്. വല്ലാത്തൊരിതിൽ അപ്പോൾ ആകാശിനും ധർമ്മനും കൂടി ചെറിയൊരു സംശയം ഉണ്ടാവണം. ചിരിയും വരുന്നുണ്ട് കേട്ടോ, എന്തേ അച്ഛൻ ഇങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ. വീട്ടിൽ ചെന്നാലും ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം, ഉദയഭാനുവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ അത് കഴിയുമ്പോൾ നമ്മൾ ആനന്ദും ദേവിയുടെ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി പോവാണല്ലോ. പോകുന്ന വഴിക്ക് തന്നെ ആനന്ദിന് തോന്നുകയാണ് ദേവി തന്നെ പുറകിൽ നിന്ന് വിളിക്കുവാണെന്ന്. അങ്ങനെ ദേവി എന്നൊക്കെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് റോഡിൽ നിന്ന്. പക്ഷേ ദേവി അടുത്ത് വരുന്നൊന്നും ഇല്ലെങ്കിലും മനസ്സിൽ തിരിച്ച് ദേവിയെ വിളിക്കണം, ദേവി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിഷമം ആനന്ദിൻ്റെ മനസ്സിലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യനെ കാണിക്കട്ടോ. ആര്യനാണെങ്കിൽ പോലീസിൽ ചെറിയ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ആര്യനും ഇത്രയും കൂടെ തിരുവനന്തപുരത്ത് പരീക്ഷ എഴുതാൻ പോയ സമയത്ത് മിഥുൻ ചെറുതായിട്ട് ഇവരെ ഫോളോ ചെയ്തിരുന്നല്ലോ, ആ പേരും വെച്ചിട്ടാണ് കൊടുത്തത്. അതിൻ്റെ അന്വേഷണവുമായിട്ട് അവിടെ പോലീസ് ആര്യനെ തേടി വന്നിട്ടുണ്ട്. അപ്പോൾ ആര്യനോട് പറയുക, നിനക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തേക്കാം, പക്ഷേ സ്ട്രോങ് ആയിട്ടൊരു പരാതി വേണമല്ലോ ആര്യാന്ന് പറയാം കേട്ടോ. ഇല്ല, പരാതി എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടൊരു തെളിവ് വേണമെന്ന് പറയാം. തെളിവെന്ന് പറയാനായിട്ട് ഞങ്ങൾ അന്ന് അവിടെ പോയ സമയത്ത് അവൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെയോ മിത്രയോ ആരെയോ അവൻ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു സാർ, അത് ഉറപ്പാണ്. പിന്നെ പോരാഞ്ഞിട്ട് അവൻ തന്നെ ഒരു നമ്മൾ താമസിക്കാൻ വേണ്ടി റൂം എടുത്തിരുന്ന അതേ ഹോട്ടലിൽ അവൻ്റെ പേരും അങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് സംശയമായി. ഇത് ഉറപ്പായിട്ടും അവൻ നമ്മളെ എന്തിനോ വേണ്ടിയിട്ടുള്ള പരിപാടിക്കാണ്. പിന്നെ നമ്മുടെ വണ്ടി കേടായത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ പോലീസ് പറയാം, അതെ സംശയം ഉണ്ടെന്നുള്ളത് മാത്രം പോരാ ആര്യ, തെളിവ് എന്തെങ്കിലും ഉണ്ടോ? അവിടെ വെച്ചിട്ട് ആ വണ്ടിയിൽ അവൻ കയറുന്നതോ എന്തെങ്കിലും അതിൽ ചെയ്യുന്നതോ അവിടുത്തെ ക്യാമറ CCTVയിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് അവനെതിരെ നീങ്ങാം. അല്ലാതെ നിങ്ങൾ ഒരു സംശയം പറയുവാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതൊന്നും പറ്റത്തില്ല. പിന്നെ ആര്യനെ ഇത്രയും അടുപ്പമുള്ളതുകൊണ്ടും ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാന്നുള്ളത്, ഒന്നും അവനെ സൂക്ഷിക്കാം എന്നുള്ളതേ ഉള്ളൂ. വേണമെങ്കിൽ ആര്യൻ്റെ ഭാര്യയില്ലേ മിത്രയ്ക്ക് വേണമെങ്കിൽ ഒരു പരാതി കൊടുക്കാം, എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നുണ്ട് ഞാൻ. പിന്നെ അത് സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെയൊക്കെ പാട്ടാവും. കാരണം ഒരു സമയത്ത് സ്നേഹിച്ചിരുന്ന ആളല്ലേ, അപ്പോൾ പിന്നീട് അയാൾ തഴഞ്ഞിട്ട് പുതിയൊരാളിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കിനും അതൊരു ചർച്ചാ വിഷയമാവും. പിന്നില്ലെങ്കിൽ സ്വർണ്ണം മോഷ്ടിച്ചുകൊണ്ട് പോയി, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അവനെതിരെയുണ്ട്. നിങ്ങൾ അതിൻ്റെ എന്തെങ്കിലും കാരണത്തിൽ പരാതി തന്നിരുന്നുവെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും എടുക്കാമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പക്ഷേ അത് പറ്റില്ല സാർ, കാരണം പരാതിയായിട്ട് നമ്മൾ സ്വർണത്തിൻ്റെ കാര്യമൊക്കെ തന്നു കഴിഞ്ഞാൽ മിത്രയെ അത് ബാധിക്കും, അവളുടെ ഭാവിയെ ബാധിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ അടങ്ങിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് അവനെ നല്ല സംശയമുണ്ട്, സൂക്ഷിക്കണം. എന്തായാലും സാറിൻ്റെ ഒരു കണ്ണ് അവനിൽ വേണം എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ആരിനൊന്നും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവീനെ കാണിക്കട്ടോ. ദേവി വീട്ടിൽ ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ്. ശ്രീകല എല്ലാം ആഹാരമൊക്കെ കൊണ്ട് കൊടുക്കണമെങ്കിലും ഒന്നും കഴിക്കുന്നില്ല. കഴിക്കും മോളെ എന്ന് പറഞ്ഞ് നിർബന്ധിക്കണമെങ്കിലും ദേവി ആ ചോറ് പാത്രമൊക്കെ തട്ടി മാറ്റിയിട്ട് പറയാം, മതി, ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ച് എൻ്റെ ജീവിതം തുലച്ചിട്ട് എനിക്ക് പോഷകാഹാരങ്ങൾ തന്ന് പുഷ്ടിപ്പെടുത്താൻ ശ്രമിക്കുകയാണോ നിങ്ങൾ? എന്താടി മോളെ നീ അങ്ങനെ പറയുന്നത്? നീ ഇങ്ങനെ പട്ടിണി കിടന്നാൽ നിൻ്റെ ആരോഗ്യമല്ലേ നോവുന്നത് എന്നൊക്കെ പറയുമ്പോൾ ദേവി, മതി, എന്നെക്കുറിച്ച് നിങ്ങളൊന്നും ചിന്തിക്കണ്ട, ചിന്തിച്ചിടത്തോളം മതിയായി എന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഉദയഭാനു വരുവാണ്. ഉദയഭാനു പറഞ്ഞ്, ഒന്ന് നിർത്തടി, നീ ആട്ടാ ഇതെല്ലാം വരുത്തി വച്ചത്. ഓ, അവളുടെ ഒരു കരച്ചിലെന്നൊക്കെ പറയുമ്പോൾ ദേവിക്ക് പിന്നെയും ദേഷ്യം വരും കേട്ടോ. ഞാനാണല്ലേ എല്ലാത്തിനും കാരണക്കാരി, നീ തന്നെയാണ് കാരണക്കാരി. പിന്നെ അവിടെ വച്ച് ആനന്ദ് നിന്നെ
എന്തൊക്കെയോ സംശയത്തിൽ പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം അങ്ങ് ഭയങ്കര ഹരിശ്ചന്ദ്രയായിട്ട് അങ്ങ് തുറന്നു പറയാൻ നിന്നോട് ആരാ പറഞ്ഞത്? എന്തെങ്കിലുമൊക്കെ പിടിച്ചു നിന്ന് കള്ളത്തരം പറഞ്ഞുകൂടായിരുന്നോടി? കള്ളം പറയണമെന്നോ? ഇത്രമാത്രം കള്ളത്തരങ്ങൾ കൊണ്ട് നിറച്ച് ഇനി അതിൻ്റെ അപ്പുറം കള്ളത്തരം പറയാനോ? എന്നെ അതിന് ഇനി കിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ ഇത്രത്തോളം കൊണ്ടെത്തിച്ചത് നിങ്ങളാ. എന്നെ ഈ ഒരു കുരുക്കിൽ കൊണ്ടെത്തിച്ചിട്ട് അവസാനം അനുഭവിക്കുന്നത് ആരാ? ഞാൻ തന്നെയാ. എടി, നിനക്ക് ആ സമയത്തൊരു പ്രാങ്കാണെന്നങ്ങ് പറഞ്ഞൂടെ? പ്രാങ്ക? അതെന്താ മനുഷ്യ എന്നിങ്ങനെ സ്ത്രീകളെ ചോദിക്കും. എടി, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഓരോന്നും കാണിക്കൂലേ, പിറകെ നടന്ന് ക്യാമറയും കൊണ്ടുവന്ന് ഓരോന്നും പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ് പറ്റിക്കണ പരിപാടിയില്ലേ? അയ്യോ, ഞങ്ങൾ പ്രാങ്ക് ചെയ്തതാണെന്ന്. അതുപോലെ നീ അപ്പോഴങ്ങനെ പറയണമായിരുന്നു ആനന്ദിൻ്റെ അടുത്ത്. അയ്യോ ആനന്ദേട്ടാ, ഞാനിവിടെ ഹോട്ടലിൽ നിന്നതും അല്ലെങ്കിൽ പിടിക്കപ്പെട്ടതൊക്കെ അതൊരു പ്രാങ്ക് ആയിരുന്നു, ആനന്ദേട്ടനെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ദേവി ദേഷ്യം വന്ന് ചാടി എണീറ്റ് പറയാം, നിർത്തിക്കോണം മര്യാദയ്ക്ക്. കുറേ സമയമായി സംസാരിക്കുന്നു, നിങ്ങൾക്കിനി സംസാരിക്കാനുള്ള വോയിസ് ഇല്ല. ഞാൻ ഹോട്ടലിൽ ജോലി ചെയ്യുമ്പോൾ അതേ വേഷത്തിൽ നിൽക്കുന്ന സമയത്താണ് എന്നെ കണ്ടുപിടിച്ചത്. എന്നിട്ട് ഞാൻ പിന്നെയും കള്ളത്തരങ്ങൾ പറയണം? എനിക്ക് പറ്റില്ല എൻ്റെ ആനന്ദേട്ടനെ ഇനി ചതിക്കാൻ. ആനന്ദേട്ടൻ ഒരു പഞ്ചപാവമായതുകൊണ്ട്, നല്ലൊരു മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് എന്നെ ഇങ്ങനെയെങ്കിലും വെറുതെ വിട്ടത്. ഇല്ലെങ്കിലേ എൻ്റെ മണ്ട അടിച്ച് പൊട്ടിച്ചേന്. ഇനി ശവമായിരിക്കും ഇന്നിവിടെ കാണുന്നത്. എന്നിട്ട് നിങ്ങളോടൊക്കെ ഇതിലും മാന്യമായിട്ട് എന്താ പറയേണ്ടത്? ഇത്രയൊക്കെ അല്ലേ പറഞ്ഞിട്ട് പോയുള്ളൂ എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ സ്ത്രീകളെ പെട്ടെന്ന് പറയണം, അയ്യോ ഇതിന് ബാലൻ എങ്ങാനും അറിയോ? ബാലൻ അറിഞ്ഞ ആകെ പ്രശ്നമാവുമല്ലോ ഉദയേട്ടാ. അപ്പോൾ ഉദയഭാനം ഒന്ന് പേടിക്കുന്നുണ്ട്. എന്തായാലും ആനന്ദ് പോയി പറയാതിരിക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ദേവി പറയാം, ആ കാര്യത്തിൽ നിങ്ങളെക്കാളും എത്രയായാലും എൻ്റെ ആനന്ദേട്ടൻ മെച്ചമാണ്, അറിയോ? നിങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. എന്നാലും എൻ്റെ ആനന്ദേട്ടൻ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയാൽ എന്താ? എൻ്റെ അച്ഛനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒന്നും പറയില്ല എന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് 100% വിശ്വാസമുണ്ട്. ബാലച്ചൻ ആനന്ദേട്ടൻ്റെ വായിൽ നിന്ന് ഇത് അറിയില്ല. ആനന്ദേട്ടൻ ഒരിക്കലും പറയില്ല. എനിക്ക് നിങ്ങളെക്കാളും വിശ്വാസമുണ്ട് എൻ്റെ ഭർത്താവിന് എന്ന് പറയാം. പിന്നെ അച്ഛാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ. ആനന്ദേട്ടൻ മുഖേനയല്ല, വേറെ ഏതെങ്കിലും വഴി കൂടെ ബാലച്ചൻ ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതമേ തീർന്നു, നിങ്ങളെ വച്ചേക്കില്ല. അതോടെ എല്ലാം തകരും. അറിയാലോ ബാലച്ചൻ്റെ സ്വഭാവം, കള്ളത്തരമോ ചതിയോ ഒന്നും സഹിക്കാത്തൊരാളാണ് അദ്ദേഹം. ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതവും തീരും. നിങ്ങൾക്ക് ആ അറിയുന്ന സമയം വരെ മാത്രമേ ആയുസുള്ളൂ. സൂക്ഷിച്ചും കണ്ടും നടന്നോ. ഇത്രയും കള്ളത്തരങ്ങളും കൊണ്ട് നടത്തിയിട്ട് ഇനി അതിൻ്റെ മേലിൽ വീണ്ടും കള്ളത്തരം പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? ഇനി രണ്ടുപേരും ഓരോ കാര്യങ്ങളും കൊണ്ട് എൻ്റെ അടുത്ത് വന്നേക്കരുത് എന്നും പറഞ്ഞ് ദേവി ഭയങ്കര പ്രശ്നത്തിൽ തന്നെയാണ് കേട്ടോ വീട്ടിൽ. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്